അസ്സലാമു അലൈക്കും. നമസ്കാരം എൻ്റെ കൂട്ടുകാരെ. ചെടികളെയും പൂക്കളെയും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമാസ് എം എ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് എന്നും നിങ്ങളെ കാണിച്ചിരുന്ന ഈ കാടിനുള്ളിലേക്ക് തന്നെയാണ് കേട്ടോ ഇന്ന് വരുന്നത്. അതായത് നമ്മളിങ്ങനെ പുല്ലും കാടും കാണുമ്പോൾ വിചാരിക്കും ഇത് നമുക്ക് പറ്റൂല, ഇത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റൂല, ഇത് നമ്മൾ പറിച്ചാൽ തീരൂല, അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ എൻ്റെ ഉമ്മ എപ്പോഴും പറയും നമ്മളെ കണ്ണെ പേടിക്കൂ കയ്യ് പേടിക്കൂലെന്ന് കേട്ടോ. വലിയ വലിയ ഓരോ പണികൾ കാണുമ്പോൾ ഞാനിങ്ങനെ ഇത് ആവൂല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ പറയുന്നൊരു വാക്കാണ് കേട്ടോ, നമ്മളെ കണ്ണെ പേടിക്കും നമ്മളെ കയ്യ് പേടിക്കൂലെന്ന് കേട്ടോ. അത് എത്രയോ പ്രാവശ്യം മനസ്സിലായതുമാണ് കേട്ടോ ജീവിതത്തിൽ, അത് സത്യമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്നും വന്ന് നോക്കും. ഒന്നാമത് നമുക്ക് വീട്ടിലെ ജോലിയൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ അതുപോലെ രാവിലെ മക്കളെ പറഞ്ഞയച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾക്ക് നമുക്ക് എന്താ പറയുക, പിന്നെ സമയം ഉണ്ടാവില്ല. പിന്നെ അപ്പോൾക്ക് നല്ല വെയിലാവും, അങ്ങനെ പുല്ല് പറിക്കാൻ അല്ലെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടാവും, എങ്ങോട്ടെങ്കിലും പോകാനുണ്ടാവും, അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പറ്റൂല വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. എന്തായാലും ഇങ്ങനെ ഇതിനുള്ളിലൊക്കെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ നശിച്ച് പോവുക, പുല്ലും കാടും എന്താ പറയുക പന്തൽ പോലെ ചെടിക്ക് മേലെ വന്നിട്ട് ഒക്കെ നശിച്ച് പോവുകയാണ് ഉള്ളിൽ കിടന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തന്നെ നമ്മളൊരാളെ വിളിച്ച് പണിയെടുപ്പിക്കുകയാണ്, 1000 ഉറുപ്പ്യ അങ്ങ് കൊടുക്കണം, പിന്നെ ഓരോ ചിലവ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാന്നുള്ളൊരു ഇതിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഓരോ പുല്ലും ഇങ്ങനെ പറിച്ചെടുത്ത് ആവൂലാന്ന് തോന്നുമെങ്കിലും വേണ്ടോ ഈ ഒരു ചെടി മൊത്തം പുല്ലിലും കാടിലും മുങ്ങിപ്പോയൊരു ചെടിയായിരുന്നു. അപ്പോൾ ആ ചെടീനെ രക്ഷപ്പെടുത്തി അങ്ങനെ ഓരോരുത്തരെ രക്ഷപ്പെടുത്തി വരികയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ല, ഇത് നമ്മളെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതുപോലെ നിറയെ പുല്ലും കാടുമാണ് കേട്ടോ ഉള്ളത്. ഒരു സൈസ് പടരം പുല്ല് നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് കാര്യം എങ്ങനെയാണല്ലോ നമുക്ക് പറ്റൂല നമുക്കാവൂല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാണ്ടിരിക്കുക ചെയ്യുക. പക്ഷെ നമ്മൾ ഇറങ്ങിയാണ്ട് ചെയ്താണ്ടല്ലോ അതും അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും കേട്ടോ. നമുക്ക് ശരീരത്തിന് നമ്മളെ തടിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഓരോ ചെടികൾ നമ്മൾ രക്ഷപ്പെടുത്തി അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താ പാമ്പോ മറ്റ് ഓരോരുത്തരിങ്ങനെ നമ്മൾ ചെടീൻ്റെയും കാടിൻ്റെയും വീഡിയോ അങ്ങനെ ഇടുമ്പം പറയലുണ്ട് കേട്ടോ, കമൻറ്റ് തന്നെ ഇടയിലുണ്ട്, പാമ്പുണ്ടോ നോക്കിത്താ, പാമ്പുണ്ടാവും കേട്ടോ ശ്രദ്ധിക്കണേന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഓരോരോ വിധിയാണല്ലോ, അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക ഒന്നും പറ്റാണ്ടിരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മളും ശ്രദ്ധിക്കുക, അതൊക്കെ അല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ ഈ കാടുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ പണിക്കാരെ വെച്ചൊക്കെ ചെയ്യിക്കാൻ പൈസ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം തന്നെ ചെയ്ത് ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഈ വർഷം അല്ലെങ്കിലും എല്ലാ സ്ഥലത്താണെങ്കിലും കൂടുതൽ ഒരു കാടാന്ന് തോന്നുന്നുണ്ട്. എവിടെയാണെങ്കിലും ഇവിടുത്തെ വീട്ടുമുറ്റം മറ്റേ ഭാഗങ്ങളൊന്നും പറയണ്ട, മൊത്തം പുല്ല. അല്ലെ പിന്നെ നമ്മൾ മുറ്റമൊക്കെ നന്നാക്കിയതാണെങ്കിൽ സുഖമാണ് കേട്ടോ ചെടിയൊക്കെ ഉണ്ടാക്കാൻ, നല്ല ഭംഗിയുണ്ടാവും, ചെടി ഉണ്ടാക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പുല്ലൊന്നും അറിയില്ലല്ലോ നമ്മൾ, ഇതിപ്പോൾ എല്ലാ കാലവും ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ പുല്ല് നിറഞ്ഞ് കുറേ ചെടികൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് പോവും. പിന്നെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് നമ്മൾ വന്ന് ഇങ്ങനെ പറിച്ചെടുത്ത് നന്നാക്കി എടുത്ത് ഞാൻ ഓരോന്നിനെ രക്ഷപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഞങ്ങളെ വീഡിയോ എടുത്ത് ഞാനിപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവും ഇതുപോലെ പുല്ലുകൾ, നമ്മളായിട്ട് ഇറങ്ങി പറിച്ചാൽ നമുക്കായിട്ട് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒരാളൂടെ ഉണ്ട്, ഒരു സുഖമാണ് ഒപ്പരം കൂടി ഒന്ന് പറിക്കാനും ഒന്ന് മിണ്ടാനും പറയാനും ഒക്കെ ഒരാളൂടെ ഉണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഒരു ദിവസം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഒറ്റക്കാവുമ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പറിച്ച് ഇനിയിപ്പോൾ വീട്ടിലെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തിരിച്ച് കയറണം, ചോറും കറിയൊക്കെ വെക്കാൻ. ഏതാണ്ട് ഇപ്പോൾ 11:30 ആയ സമയം. അപ്പോൾ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് കയറണം. അതിൻ്റെ അടുക്കുള്ള ഒരു കുറഞ്ഞ സമയത്താണ് കടലാസ് ചെടിയാണ്, നല്ല ഭംഗിയുള്ള പിങ്ക് കളറിലുള്ള നമ്മളെ വീഡിയോസിലൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഇതിനേക്കാണ് ഹൈറ്റിലാണ് കേട്ടോ. ഇതിൻ്റെ കമ്പുകൾ പോയത് ഞാൻ വെട്ടാണ്ടിരിക്കലാണ്, കാരണം അത്രയും ഭംഗിയുള്ള പൂക്കള വലിയ പൂക്കളായതിനെ കൊണ്ട് ഡാർക്ക് പിങ്കാ കളർ വരുന്നത്.
അപ്പോൾ അത് നമ്മൾ വെട്ടാണ്ട് നിൽക്കലാണ്. ഈ ഒരു സൈസ് പുല്ലാണ് കേട്ടോ നമ്മളെ ചെടീൻ്റെ ഉള്ളിലും പിന്നെ അതോടെ നമ്മളെ കുളത്തിൻ്റെ സൈഡിൽ കൂടെ മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഇത് പറിച്ച് നമ്മൾ വേഗം പൂക്കിയിട്ടില്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ വിത്തുകൾ വീണ് ഒന്നായിട്ട് ഇത് വീണ്ടും നിറയുക ചെയ്യുക. ഇപ്പം തന്നെ ഒന്നായിട്ടുണ്ട്, പറമ്പ് നിറയെ ഈ സാധനം പറിച്ച് ഒഴിവാക്കലാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ വീണ് നിറയും. പിന്നെ അതുപോലെ ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്കിത് പറിക്കാൻ കിട്ടൂല. ഇതിൻ്റെ വേരുകൾ ഒന്നായിട്ട് പടർന്ന് പിടിച്ചിട്ട് എന്താ പറയുക, നമ്മളെ ഉള്ള ആരോഗ്യമായിട്ട് വലിച്ചാലും ഇത് പോരൂല കേട്ടോ. ഇപ്പോഴാകുമ്പോൾ നമുക്കിത് തൈകളാകുമ്പോൾ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ പുല്ലുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പറിച്ച് ഒഴിവാക്കിക്കാളെ. ഇല്ലെങ്കിൽ ഇത് ഈ ചെടി ഇവിടെ കിടന്ന് മൂത്ത് ഞാഞ്ഞ് ഇതിലെ വിത്തുകളൊക്കെ വീണ് വീണ്ടും എന്താ നമുക്ക് പണി കിട്ടുകയാണ് ചെയ്യുക. തൈകൾ നന്നായിട്ടുണ്ടാവുക ചെയ്യുക. എല്ലാ വിത്തും കൂടി ഇങ്ങോട്ട് വീണ് മുളച്ചാൽ പിന്നെ മൊത്തത്തിലൊരു കാടായി മാറും. ഇതിനിടയ്ക്ക് ചില ചെടികൾ വേരോടൊക്കെ നമ്മളെ കയ്യിൽ ഇങ്ങ് പോരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പുല്ല് പറിച്ചെടുക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് ഈ പുല്ല് ഞാൻ പറഞ്ഞില്ലേ, ഈ പുല്ലൊന്നായിട്ട് മൂടിപ്പോയതാണ് കവറിലുള്ള ചെടികളൊക്കെ. അപ്പോൾ ഈ സമയത്ത് നമ്മളെ എന്താ പറയുക, പുല്ല് പറിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വേരോടൊക്കെ ചെടി അങ്ങ് പോരും കേട്ടോ. അതൊക്കെ നമ്മൾ വീണ്ടും കവറിൽ തന്നെ വെച്ച് കാലി ചട്ടിയിൽ നിന്ന് മണ്ണെടുത്ത് അതിൽ ഫില്ല് ചെയ്ത് കൊടുത്ത് അവിടെ തന്നെ നിർത്തുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ ചെടികളെ ഉള്ളിന്ന് നമ്മൾ പുല്ല് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നിയ കാര്യം എന്താണെന്നറിയാം, ഇതിൻ്റെ ചുവന്ന ഇഞ്ചിയാണ് കേട്ടോ. ചുവന്ന ഇഞ്ചിയും ഗലാഗൽ ഇഞ്ചിയും അതുകൊണ്ട് എന്താ കരിമഞ്ഞൾ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചുവന്ന ഇഞ്ചി കഴിഞ്ഞ തവണ എടുത്ത് ഏതോ കവറിൽ നട്ടെന്ന് ഓർമ്മയുണ്ട്, പക്ഷെ അത് എവിടെയാണ് എവിടെയാണെന്ന് ഒന്നും ഓർമ്മയില്ലായിരുന്നു. ഈ പുല്ലിൻ്റെ കൂട്ടത്തിൽ അതും ഉണ്ടായിരുന്നു കേട്ടോ. പറിച്ചപ്പം തൈകൾ ഇങ്ങ് പോന്നു. അപ്പം നോക്കുമ്പോൾ ഇഞ്ചിൻ്റെ മണം, ചുവന്ന ഇഞ്ചിയാണല്ലോ, ഇഞ്ചിൻ്റെ ഇലൻ്റെ ആ ഒരു മണം ഉണ്ടാവുമല്ലോ, ആ മണം അടിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുവന്ന ഇഞ്ചിൻ്റെ എല്ലാം തൈകളായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഓരോ കവറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ച് അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഞാൻ നഷ്ടപ്പെട്ടു പോയി വിചാരിച്ചത്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മളെ കവറിന്ന് പൊരിഞ്ഞു പോണതാണ് കേട്ടോ. പുല്ല് പറിച്ചു തരാൻ ചെടി അപ്പടി നമ്മളെ കൂടെ തന്നെ പോകുന്നു പുല്ലിൻ്റെ ഒപ്പം. അതൊക്കെ നമ്മൾ മാറ്റി അവിടെ നട്ട് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്നും നമ്മൾ എന്താ പറയുക ചെയ്തു ആക്കിയും പിന്നെ സമയം പോണത് നമ്മൾ തന്നെ അറിയൂല. അപ്പം ഞങ്ങളെ വീടിൻ്റെ മുറ്റത്തെ പുല്ല് പറപ്പിച്ച പൈസ ഉണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ പണി എടുപ്പിക്കലുണ്ട് കേട്ടോ, വേറെ ആളെ വിളിച്ചിട്ട് ചെയ്യിക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെ പുല്ല് പറപ്പിച്ച പൈസ ഉണ്ടെങ്കിൽ ഈ മുറ്റം ഞങ്ങൾക്ക് കല്ലിടാൻ അത്രയും പൈസക്ക് പണി എടുപ്പിച്ചിട്ടുണ്ട്. ഓരോരിക്കും ഇങ്ങനെ എന്താ പറയുക, ഈ കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുല്ല് വരും. ആ സമയത്തൊക്കെ നമ്മൾ പണിക്കാരെ വിളിച്ച് ഞാൻ പുല്ല് ചെത്തിക്കുകയും പറപ്പിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ വീണ്ടും അടുത്ത മഴ പെയ്യുമ്പോൾ വീണ്ടും പൊന്തും. ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ നമ്മൾക്ക് അങ്ങനെ ഒരുപാട് ഇങ്ങനെ പണിയെടുപ്പിക്കാനുള്ള അങ്ങനത്തെ ഒരു ഇതില്ല, സാഹചര്യവും അല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഓരോന്നും ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനിടയിൽ നമുക്ക് വേണ്ടപ്പെട്ട ചെടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ശ്രദ്ധിച്ച് നോക്കി. ചിലപ്പോൾ വിത്തുകൾ വീണ് മുളച്ചിട്ടുണ്ടാവും, നമ്മളടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയ ചെടിയായിരിക്കും, അതിൻ്റെ വിത്തുകൾ വീണ് മുളച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് എടുക്കുകയും ആക്കുകയും ചെയ്ത് വേറെ തൈകളാക്കി വെച്ചു കൊടുക്കട്ടോ. ഇപ്പോൾ അടച്ചു പിടിച്ച മഴ അല്ലാത്തതുകൊണ്ട് തന്നെ ചെടികൾക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ചില ചെടികളൊക്കെ ചീഞ്ഞു പോകുന്നു. എന്താ പറയുക, ഹൈബ്രിഡ് ബോഗൺവില്ലകളാണെങ്കിലും നമ്മൾ കടലാസ് ചെടി അല്ലേ വിചാരിച്ച് നമ്മൾ പുറത്ത് വെക്കും, പക്ഷേ അത് നശിച്ചു പോകും കേട്ടോ. ചിലതൊക്കെ നശിച്ച് തന്നെ പോകും പുറത്ത് വെച്ചാൽ. അങ്ങനത്തതൊക്കെ നമ്മൾ മാറ്റി തന്നെ കൊടുക്കണം. നമ്മൾ സാധാ നാടൻ വെറൈറ്റി ആണെങ്കിൽ മാത്രം നമുക്ക് പുറത്ത് മഴയത്ത് വെച്ചാൽ ഒന്നും ആയി പോവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നത്. നിങ്ങളിപ്പോൾ ചോദിക്കുമോ, താത്ത അദ്ദേഹത്തിനായി പുല്ലറക്കുന്ന വീഡിയോ ആയിട്ട് വന്നത്? ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലുള്ള പുല്ലുകളും ഇതുവേണം പറിക്കാൻ തോന്നും. പറ്റിയതാണെങ്കിൽ പറിക്കുക കേട്ടോ. അതൊക്കെയാണ്. പിന്നെ ഈ ചെടികളും ഇതിൻ്റെയൊക്കെ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ആണല്ലോ നമുക്ക് ചെയ്യാനുള്ളത്. അതൊക്കെയാണ് നിങ്ങളെ മുന്നിലേക്ക് ഈ വീഡിയോ ആയിട്ട് വരാനും കാരണം കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ കാണാൻ പൊക്കത്തിൽ കടലാസ് ചെടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വീണടക്കുന്നത്. അതാണ് കേട്ടോ. നേരെ അങ്ങോട്ട് കവർന്ന് നേരെ അങ്ങോട്ട് നമ്മൾ കുത്തൊക്കെ ഉണ്ടായിരുന്നു, കുത്തൊക്കെ പൊരിഞ്ഞ് വീണു പോയതാണ്. നേരെ അങ്ങോട്ട് ആക്കി വെച്ച് നോക്കുമ്പോൾ എന്നെ കാണാൻ ഒരരട്ടിയൂടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് നമുക്ക് ഇവിടുന്ന് പുല്ലെടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അതിന്മേലെ മുള്ളുകൾ നമ്മളെ
ഡ്രസ്സിലൊക്കെ കൊളത്തിയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെ ഏട്ടെങ്കിലും ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു പരിപാടിയിലാണ് കേട്ടോ നമ്മൾ. പിന്നെ ഇത് നിൽക്കുന്നതൊക്കെ നമ്മളെ കസ്തൂരി മഞ്ഞളുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിനെ നമ്മളൊരു സൈഡോട്ട് മാറ്റി കൊടുക്കുക. ചെറിയൊരു കവറിലാണ് കേട്ടോ, മണ്ണിൽ. പക്ഷേ ചെടി നല്ല ഹൈറ്റിലുണ്ടെന്നേ ഉള്ളൂ. അപ്പം നല്ല ഭംഗിയുള്ള പൂക്കളാണ്, അതൊന്നും പോക്കാൻ നമുക്ക് തോന്നൂല. അപ്പോൾ അതിനെ നമ്മളൊരു സൈഡോട്ട് മാറ്റി കൊടുത്തതാണ്. നിറയെ മുള്ളും കമ്പുകളും ഉള്ളൊരു ചെടിയാണല്ലോ ഈ കടലാസ്. അപ്പോൾ ഇതും കൊണ്ട് മാറ്റി വെച്ചപ്പോൾക്കൊരു യുദ്ധം കഴിഞ്ഞ് കിട്ടും. ഒരു യുദ്ധം കഴിഞ്ഞ പോലെയാണ് തോന്നിയത്, അത്രക്ക് പാടായിപ്പോയി. ആ കടലാസ് ചെടി അട്ട് മാറ്റിയോണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇവിടുന്ന് പുല്ല് പറിക്കാൻ പറ്റിയിട്ട് ഒരുപാട് പുല്ലുകളും ഉണ്ട്. അപ്പോൾ അതിനൊരു ഭാഗനാക്കിയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നല്ലോണം പുല്ലൊക്കെ പറിച്ചെടുക്കാനായി. നല്ലോണം പുല്ലുണ്ട്, ഒരു സൈസ് പടരം പുല്ലാണുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് നമ്മൾ ആയുർവേദ പ്ലാന്റുകളൊക്കെ വാങ്ങി വെച്ചിനും കുറേയൊക്കെ പോയി കേട്ടോ. നമ്മൾ കോഴിക്കോട് ഫ്ലവർ ഷോ ഉള്ള സമയത്ത് ഒരുപാട് പ്ലാന്റുകളൊക്കെ, മെഡിസിൻ പ്ലാന്റുകളൊക്കെ വാങ്ങി വെച്ചിന്. ചെടിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഒരു വരുമാന മാർഗത്തിനൊന്നും വേണ്ടിയല്ല, പക്ഷേ ഒരുവിധം മെഡിസിൻ പ്ലാന്റുകൾ, ഈ ഭൂമിയിലുള്ള സകല ചെടികളും ഓരോരോ കഴിവുകളുള്ളതാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ചെടീൻ്റെ കൂട്ടത്തിൽ അതും വംശനാശം സംഭവിക്കുന്ന ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ അതും നമ്മൾ ഇതിനിടയിൽ നട്ടുപിടിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കാണുന്ന സ്ഥലത്ത് നിന്നൊക്കെ നമ്മൾ വാങ്ങലുണ്ട് പറ്റിയ പോലെ. അപ്പോൾ പിന്നെ നമ്മളെ ഷെഡിലേക്കൊന്ന് കടന്നാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, അത്രയും ക്ഷീണിച്ച് കുഴങ്ങി പുല്ലൊക്കെ പറിച്ച് വരുന്ന സമയത്ത് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. ഇവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും ത്യാഗം സഹിക്കുന്നത് എന്നുള്ളൊരു തോന്നലും. ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന ഈ പൂക്കളൊക്കെ കണ്ട് നല്ല മനസ്സമാധാനത്തോടെ നമുക്ക് വീട്ടിനുള്ളിലേക്ക് ഇനി കയറി പോവാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ നമ്മളെ വീട്ടുമുറ്റാണ് വരുന്നത്, മൊത്തം കാടാണ് കേട്ടോ. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ദിവസവും ഇങ്ങനെ ചെടിയിലേക്കൊക്കെ നടക്കുകയാക്കിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്താ ചെയ്യുക, ഇതൊക്കെ പറിച്ചെടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയവും ദിവസവും വേണ്ടി വരും നമുക്ക്. കാരണം വീട്ടിലെ ജോലി എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് അങ്ങനെയല്ല നടക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്. നിങ്ങളെ പ്രാർത്ഥനയിൽ എൻ്റെ കുടുംബത്തിനെ നിങ്ങൾ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയാണ് കേട്ടോ നിങ്ങളോട്.